Welcome to Structure of Atom. Section 3 Quantum Numbers. ഈ ടോപ്പിക്കിലെ രണ്ടാമത്തെ ക്ലാസ്സാണ്. 4 ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, 2 അസിമുത്താൽ ക്വാണ്ടം നമ്പർ, 3 മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, 4 സ്പിൻ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും അസിമുത്താൽ ക്വാണ്ടം നമ്പറും കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ബാക്കി 2 നമ്മൾ കാണാൻ പോകുന്നത്. മൂന്നാമത്തെ ക്വാണ്ടം നമ്പർ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. അതിൻ്റെ സിമ്പൽ സ്മോൾ എം ആണ്. ഓരോ പോയിന്റ് ആയിട്ട് നോക്കാം. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ gives the number of orbitals in a given subshell. ഒരു സബ്ഷെല്ലിലെ ഓർബിറ്റലുകളുടെ എണ്ണം തരുന്നത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറാണ്. ഒരു സബ്ഷെല്ലിലെ ഓർബിറ്റലുകളുടെ എണ്ണം തരുന്നത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറാണ്. അടുത്ത പോയിന്റ്, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ gives the spatial orientation of the orbital. ഓർബിറ്റലിന്റെ ഓറിയന്റേഷൻ തരുന്നത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറാണ്. സ്പേഷ്യൽ ഓറിയന്റേഷൻ. ഉദാഹരണത്തിന് പി ഓർബിറ്റൽസ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത് 3 ഡയറക്ഷനിലാണ്. എക്സ് ഡയറക്ഷനിൽ ഓറിയന്റ് ചെയ്തിരിക്കുന്ന ഓർബിറ്റലാണ് പി എക്സ്. വൈ ഡയറക്ഷനിൽ ഓറിയന്റ് ചെയ്തിരിക്കുന്ന ഓർബിറ്റലാണ് പി വൈ. സെഡ് ഡയറക്ഷനിൽ ഓറിയന്റ് ചെയ്തിരിക്കുന്ന ഓർബിറ്റലാണ് പി സെഡ്. അപ്പോൾ ഓർബിറ്റലുകളുടെ ഓറിയന്റേഷനെ കുറിച്ച് വിവരം തരുന്ന ക്വാണ്ടം നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ gives the spatial orientation of the orbital with respect to standard set of coordinate axes x, y, z എന്നിവ വെച്ചാണ് നമ്മൾ ഓറിയന്റേഷൻ പറയുന്നത്. എക്സ് ആക്സിസിൽ ഉള്ള ഓർബിറ്റലാണ് പി എക്സ്, വൈ ആക്സിസിൽ ഉള്ള ഓർബിറ്റലാണ് പി വൈ, സെഡ് ആക്സിസിൽ ഉള്ള ഓർബിറ്റലാണ് പി സെഡ്. അടുത്ത പോയിന്റ്, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ എങ്ങനെ കണക്കാക്കാം? ദ വാല്യൂസ് ഓഫ് എം സമം എങ്ങനെയാണ് കാണുക? -L2 + L. L -L2 + L. L എന്ന് പറഞ്ഞാൽ അസിമുത്താൽ ക്വാണ്ടം നമ്പർ. എത്ര എം വാല്യൂ കിട്ടി എന്നറിയാൻ മറ്റൊരു ഫോർമുലയാണ് 2L + 1. അപ്പോൾ എം വാല്യൂസ് അറിയാൻ ഉപയോഗിക്കേണ്ട ഫോർമുല ഏതാണ്? -L2 + L, -L2 + L, -L2 + L. എത്ര എം വാല്യൂ കിട്ടി എന്നറിയാൻ ഉപയോഗിക്കേണ്ടത് 2L + 1. ഓക്കെ, എൽ എന്ന് പറയുന്നത് അസിമുത്താൽ ക്വാണ്ടം നമ്പറാണ്. ഒന്നുകൂടെ വിശദീകരിക്കും. ഫോർ എസ് സബ്ഷെൽ എൽ ഈസ് ഈക്വൽ ടു 0. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എൽ 0 ആണെങ്കിൽ ഏത് സബ്ഷെല്ലാണ്? എസ് സബ്ഷെല്ലാണ്. എൽ 0 ആണെങ്കിൽ എം ഒന്ന് കണക്കാക്കി നോക്കാം. -L2 + L, -02 + 0 എന്ന് നമ്മൾ പറയാറില്ല, 0 എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ എം വാല്യൂ നമുക്ക് കിട്ടി. എത്രയാണ് കിട്ടിയത്? 0. എത്ര വാല്യൂ കിട്ടി? ഒരു വാല്യൂ ആണ് കിട്ടിയത്. ആ വാല്യൂ 0 ആണെന്ന് മാത്രം. ഒരു വാല്യൂ കിട്ടി, ആ വാല്യൂ 0 ആണ്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന് ഒരു വാല്യൂ ആണ് കിട്ടിയത്. അതിൻ്റെ അർത്ഥം എസ് സബ്ഷെല്ലിൽ ഒരു ഓർബിറ്റൽ മാത്രമാണ് ഉള്ളത്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന് ഒരു വാല്യൂ കിട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. അതായത് എസ് സബ്ഷെല്ലിൽ ഒരു ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ.
എസ് സബ്ഷെൽ എന്ന് പറഞ്ഞാലും എസ് ഓർബിറ്റൽ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, എം ഗെറ്റ്സ് ഓൺലി വൺ വാല്യൂ. കിട്ടിയ വില 0 ദാറ്റ് ഈസ് 0. ഇറ്റ് മീൻസ് ദാറ്റ് there is only one orbital in S subshell. എസ് സബ്ഷെല്ലിൽ ഒരു ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേരാണ് എസ് ഓർബിറ്റൽ. ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ മാത്രമേ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് എസ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടായിരിക്കും? 2 ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. 1-2 കൂടി ഇങ്ങനെ കാണാം. ഫോർ പി സബ്ഷെൽ എൽ ഈസ് ഈക്വൽ ടു 1. നമ്മൾ പഠിച്ചിട്ടുണ്ട് എൽ സമം 1 ആണെങ്കിൽ പി സബ്ഷെല്ലാണ്. എം വാല്യൂ നമ്മൾ കണക്കാക്കണം. എം വാല്യൂ എങ്ങനെയാണ്? -L2 + L അല്ലേ? നമ്മുടെ ഫോർമുല ഇതാണ്, -L2 + L. എം വാല്യൂ നമുക്ക് കണക്കാക്കാം. എങ്ങനെയാണ് എം വാല്യൂ കണക്കാക്കുക? -L2 + L. -L2 + L ഇതാണ് എം വാല്യൂ. വാല്യൂ കൊടുക്കൂ. -1 മുതൽ +1 വരെയുള്ള വാല്യൂസ്. അപ്പോൾ ഏതൊക്കെ വരും? -1 വരും, 0 വരും, +1 വരും. എത്ര വാല്യൂ കിട്ടി? 3 എണ്ണം. 1, 2, 3. 3 വാല്യൂ കിട്ടി. നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. 2L + 1 എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യുക അല്ലേ? എല്ലിൻ്റെ വാല്യൂ 1. 2 × 1 + 1 അപ്പോൾ 3. എം ഗെറ്റ്സ് ഓൺലി 3 വാല്യൂസ്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന് 3 വാല്യൂ കിട്ടി എന്ന് പറഞ്ഞാൽ 3 ഓർബിറ്റൽ ഉണ്ട് എന്നാണ് അർത്ഥം. അതായത് പി സബ്ഷെല്ലിൽ 3 ഓർബിറ്റൽ ഉണ്ട് എന്ന് നമ്മൾ തെളിയിച്ചു. ആ ഓർബിറ്റലുകളാണ് ഇതൊക്കെ? Px, Py, Pz. അപ്പം മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറാണ് ഓർബിറ്റൽസിന്റെ എണ്ണം തരുന്നത്. ഓക്കെ, Px, Py, Pz. Px, Py, Pz ആ 3 ഓർബിറ്റൽസ്. പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും? ഒരു ഓർബിറ്റലിൽ 2 എണ്ണം. അപ്പോൾ 3 ഓർബിറ്റലാണ് ഉള്ളത്. അപ്പോൾ 3 × 2 = 6. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. ഫോർ ഡി സബ്ഷെൽ എൽ ഈക്വൽ ടു 2. എല്ലിൻ്റെ വാല്യൂ 2 ആണ്. വാല്യൂസ് ഓഫ് എം ഏതൊക്കെ വരും? -2 മുതൽ +2 വരെയുള്ള വാല്യൂസ് നോക്കുക. -2, -1, 0, +1, +2. എത്ര വിലകൾ കിട്ടി? 5 വിലകൾ അല്ലേ? 5 വിലകൾ കിട്ടി. 2L + 1 എന്നുള്ള ഇക്വേഷൻ വെച്ചാൽ നമുക്ക് കിട്ടും. 2L + 1, 2 × 2 + 1 5 വാല്യൂസ് കിട്ടി. 5 വാല്യൂ കിട്ടിയാൽ എന്താണ് അർത്ഥം? ഡി സബ്ഷെല്ലിൽ 5 ഓർബിറ്റൽസ് ഉണ്ട് എന്നാണ് അർത്ഥം. ഡി സബ്ഷെല്ലിൽ 5 ഓർബിറ്റൽസ് ഉണ്ട്. അതിൻ്റെ പേരുകൾ DXY, DXZ, DYZ. 3 എണ്ണം. DXY, DXZ, DYZ. DXY, DXZ, DYZ. അടുത്ത 2 എണ്ണം DX² - Y². പിന്നെ DZ². DX² - Y², പിന്നെ DZ². ഓക്കെ, ഡി സബ്ഷെല്ലിൽ 5 ഓർബിറ്റൽസ് ഉണ്ട്. അപ്പോൾ എത്ര ഇലക്ട്രോൺ അതിൽ അക്കോമഡേറ്റ് ചെയ്യാം? 10 ഇലക്ട്രോൺ. 5 × 2 = 10. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. ഫോർ എഫ് സബ്ഷെൽ എൽ ഈക്വൽ ടു 3. എല്ലിൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ എം വാല്യൂസ് എങ്ങനെ കണക്കാക്കാം? -L2 + L, -3 + 3. -3 മുതൽ +3 വരെയുള്ള വാല്യൂസ് ഏതൊക്കെയാണ്? -3, -2, -1, 0, +1, +2, +3. എത്ര വാല്യൂ കിട്ടി? 7 എണ്ണം. 1, 2, 3, 4, 5, 6, 7. നമ്മുടെ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. 2L + 1, 2 × 3 + 1 7 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ എസ് സബ്ഷെല്ലിൽ 7 ഓർബിറ്റൽസ് ഉണ്ട്. It means that there are 7 orbitals in S subshell. അപ്പോൾ S subshellil എത്ര ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും? 14 ഇലക്ട്രോൺസിനെ. 7 × 2 = 14. ഓക്കെ, ഒരു സബ്ഷെല്ലിലെ ഓർബിറ്റലുകളുടെ എണ്ണം തരുന്നത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറാണ്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന്റെ വാല്യൂസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? -L2 + L. എത്ര വാല്യൂ കിട്ടുന്നു എന്ന് കാണാനുള്ള ഇക്വേഷൻ ഏതാണ്? 2L + 1. ഇത് മാറിപ്പോരുത്. ഇനി ഒരു പ്രത്യേക നോട്ട്.
ഇതുവരെ പഠിച്ചതൊക്കെ നമ്മൾ ഒന്നിച്ച് സബ്ഷെല്ലിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. ഇത് എൽ വാല്യൂ ആണ്, രണ്ടാമത്തെ കോളത്തിലെ എൽ വാല്യൂ. എൽ വാല്യൂ കിട്ടിയാൽ എം വാല്യൂസിൻ്റെ എണ്ണം നമുക്ക് കണക്കാക്കാം. വാല്യൂ കണക്കാക്കാം, എണ്ണവും കണക്കാക്കാം. എണ്ണം കണക്കാക്കാൻ 2l+1. എം വാല്യൂ കിട്ടിയാൽ ഓർബിറ്റൽസിൻ്റെ എണ്ണം കിട്ടും. ഓർബിറ്റൽസിൻ്റെ എണ്ണം കിട്ടിയാൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണവും കിട്ടും. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു ടേബിളിലാക്കിയെന്ന് മാത്രം. എസ് സബ്ഷെല്ലാണെങ്കിൽ എൽ വാല്യൂ 0 ആണ്. എം വാല്യൂ എത്രയാണ് കിട്ടുക? 2 × 0 + 1 എന്ന് കിട്ടി. എം വാല്യൂ 1 ആയതുകൊണ്ട് ഓർബിറ്റലിൻ്റെ എണ്ണം 1, ഓർബിറ്റലിൻ്റെ എണ്ണം 1 ആയതുകൊണ്ട് അതിലെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം 2. എസ് സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണ് കാണും. പി സബ്ഷെല്ലാണെങ്കിൽ എൽ വാല്യൂ 1 ആണ്. എം വാല്യൂ എത്ര എണ്ണം കിട്ടും? 3 എന്ന് കിട്ടും. എങ്ങനെയാണ് 3 എന്ന് കിട്ടിയത്? 2 × 1 + 1. അപ്പോൾ 3 എന്ന് കിട്ടും. എം വാല്യൂ 3 ആണെങ്കിൽ ഓർബിറ്റൽസ് 3. ഓർബിറ്റൽസ് 3 ആണെങ്കിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം 6. ഓക്കെ, ടേബിൾ നന്നായിട്ട് എഴുതിയെടുക്കണം. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഡി സബ്ഷെല്ലാണെങ്കിൽ എൽ വാല്യൂ 2. എം വാല്യൂ എത്ര കിട്ടും? 5. എങ്ങനെയാണ് 5 എന്ന് കിട്ടിയത്? 2 × 2 + 1. അങ്ങനെയാണ് 5 എന്ന് കിട്ടിയത്. അപ്പോൾ 5 ഓർബിറ്റൽ ഉണ്ട്. 5 ഓർബിറ്റൽ ഉള്ളത് കൊണ്ട് 10 ഇലക്ട്രോൺ ആ സബ്ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യും. ഓക്കെ, എഫ് സബ്ഷെല്ലിൻ്റെ എൽ വാല്യൂ എത്രയാണ്? 3. അപ്പോൾ 2 × 3 + 1. എം വാല്യൂ 7 എന്ന് കിട്ടി. എം വാല്യൂ 7 എന്ന് കിട്ടിയാൽ ഓർബിറ്റൽസിൻ്റെ എണ്ണം 7 ആണ്. ഓർബിറ്റൽസിൻ്റെ എണ്ണം 7 ആണെങ്കിൽ അതിൽ അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം 14. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ടേബിളിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു പ്രത്യേകമായിട്ട് ഇത് എൻട്രൻസിനൊക്കെ ഇങ്ങനെ വരും. നമ്മുടെ +1 പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കില്ല. നമുക്ക് പി ഓർബിറ്റൽ എന്നൊക്കെ മാത്രമേ ക്വസ്റ്റ്യനിൽ ചോദിക്കൂ. പി ഓർബിറ്റലിൻ്റെ എം വാല്യൂ നമുക്ക് +1 എന്ന് എഴുതാം, -1 എന്ന് എഴുതാം, 0 എന്ന് എഴുതാം. ഏത് എഴുതിയാലും മാർക്ക് കിട്ടും. എന്നാൽ പി ഇസഡ് എന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എം വാല്യൂ 0 ആണ്. അത് പ്രത്യേകം പഠിക്കണം. പി ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ എം വാല്യൂ ഏത് എഴുതി കൊടുത്താലും മാർക്ക് കിട്ടും. പി ഇസഡ് എന്ന് പറഞ്ഞാൽ എം വാല്യൂ 0 ആണ്. ഇത് എൻട്രൻസ് പരീക്ഷയൊക്കെ ചോദിക്കാറുണ്ട്. നോട്ട് ചെയ്ത് വയ്ക്കും. പി എക്സ് അല്ലെങ്കിൽ പി വൈ ആണെങ്കിൽ എം വാല്യൂ +1 or -1 എന്നെടുക്കാം. ഓക്കെ, ഇനി ഡി ഓർബിറ്റൽസിൻ്റെ കാര്യം. ഡി ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. -2, -1, 0, +1, +2 ഏത് വില എഴുതിയാലും മാർക്ക് കിട്ടും. എന്നാൽ dz² എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം വാല്യൂ 0 ആണ്. dyz, dxz ഈ 2 ഓർബിറ്റലിനും എം വാല്യൂ +1 എടുക്കാം അല്ലെങ്കിൽ -1 എടുക്കാം. dx² - y², dxy ഈ 2 ഓർബിറ്റൽസിനും എം വാല്യൂ എത്രയാണ് എടുക്കേണ്ടത്? +2 അല്ലെങ്കിൽ -2. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചോദ്യങ്ങൾ ചെറിയ പ്രയാസമാവും. ഇത് എൻട്രൻസ് പരീക്ഷയൊക്കെ ചോദിക്കാറുണ്ട്. നോട്ട് ചെയ്ത് വയ്ക്കും. ഇനി അടുത്തത് ദ ലാസ്റ്റ് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ. അതിൻ്റെ സിംബൽ എങ്ങനെയാണ്? എസ് ആണ്. നോക്കൂ, സ്പിൻ ക്വാണ്ടം നമ്പർ ഈസ് അപ്ലിക്കബിൾ ടു ഓൺലി ഇലക്ട്രോൺസ്. Other quantum numbers are applicable to both electrons and orbitals. ഇലക്ട്രോണിന് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടം നമ്പറാണ് സ്പിൻ ക്വാണ്ടം നമ്പർ. ബാക്കി 3 ക്വാണ്ടം നമ്പേഴ്സും ഇലക്ട്രോൺസിനും അപ്ലൈ ചെയ്യാം, ഓർബിറ്റൽസിനും അപ്ലൈ ചെയ്യാം. ഓക്കെ, അടുത്ത പോയിന്റ്. സ്പിൻ ക്വാണ്ടം നമ്പർ ഗീവ്സ് ഐഡിയ അബൌട്ട് സ്പിൻ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിന്റെ സ്പിന്നിനെ കുറിച്ച് ഐഡിയ തരുന്ന ക്വാണ്ടം നമ്പറാണ് ഏത്? സ്പിൻ ക്വാണ്ടം നമ്പർ. അടുത്ത പോയിന്റ്. ആ ഇലക്ട്രോൺ ക്യാൻ സ്പിൻ അറൗണ്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്. ഇലക്ട്രോണിന് അതിൻ്റെ ആക്സിസിനെ പ്രതി സ്പിൻ ചെയ്യാൻ കഴിയും. സ്പിൻ ഒന്നുകിൽ ക്ലോക്ക് വൈസ് ആവാം അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആവാം. ക്ലോക്ക് വൈസ് ആയിട്ട് സ്പിൻ ചെയ്യും അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് സ്പിൻ ചെയ്യും. അപ്പോൾ ഇലക്ട്രോണിൻ്റെ സ്പിന്നിനെ കുറിച്ച് വിവരം തരുന്ന ക്വാണ്ടം നമ്പറാണ് സ്പിൻ ക്വാണ്ടം നമ്പർ. ഇലക്ട്രോണിന് വേണ്ടി മാത്രമുള്ള ക്വാണ്ടം നമ്പറാണ്.
ബാക്കി 3 ക്വാണ്ടം നമ്പേഴ്സും ഇലക്ട്രോൺസിനും ഓർബിറ്റൽസിനും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി സ്പിൻ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ ഏതാണ്? പ്ലസ് ഹാഫ് ഓർ മൈനസ് ഹാഫ്. അപ്പോൾ എസിന്റെ വാല്യൂ പ്ലസ് ഹാഫ് ഓർ മൈനസ് ഹാഫ്. ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺസ് ആണ് ഉണ്ടായിരിക്കുക. ഒരു ഓർബിറ്റലിൽ പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. ഒരു ഇലക്ട്രോണിന്റെ സ്പിൻ ക്ലോക്ക് വൈസ് ആണെങ്കിൽ രണ്ടാമത്തെ ഇലക്ട്രോണിന്റെ സ്പിൻ ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഒരാളുടെ സ്പിൻ വാല്യൂ പ്ലസ് ഹാഫ് ആണെങ്കിൽ മറ്റൊരാളുടെ സ്പിൻ വാല്യൂ മൈനസ് ഹാഫ് ആയിരിക്കും. ഓക്കെ, ഇത്രയും പോയിന്റുകൾ നമ്മൾ നോക്കി വെക്കണം. സ്പിൻ ക്വാണ്ടം നമ്പർ. 4 ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്താൽ ക്വാണ്ടം നമ്പർ. ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറും സ്പിൻ ക്വാണ്ടം നമ്പറും. ഓക്കെ, quantum numbers are the address of orbitals and electrons in an atom. ഒരു ആറ്റത്തിലെ ഓർബിറ്റലുകളുടെയും ഇലക്ട്രോണുകളുടെയും അഡ്രസ് മേൽവിലാസമാണ് ക്വാണ്ടം നമ്പേഴ്സ്. 1-2 ചോദ്യങ്ങൾ ചെയ്യാം എക്സാമിന് വരുന്ന ടൈം. ഐഡിയ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ക്ലിയർ ചെയ്യാം. ഒരു ചോദ്യം: ഗീവ് വാല്യൂസ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ഫോർ ദി വാലൻസ് ഇലക്ട്രോൺ ഇൻ സോഡിയം ആറ്റം. എന്താണ് ചോദ്യത്തിൻ്റെ അർത്ഥം? സോഡിയം ആറ്റത്തിലെ ബാലൻസ് ഇലക്ട്രോണിനെ കണ്ടുപിടിച്ച് അതിലെ ക്വാണ്ടം നമ്പേഴ്സ് എഴുതണം. 4 ക്വാണ്ടം നമ്പേഴ്സ് എഴുതണം. എങ്ങനെയാണ് ചെയ്യുക? സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ നമുക്ക് അറിയാം, 11 ആണ്, 11. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നമുക്ക് അറിയാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സോഡിയത്തിന്റെ 1s 2 ഇലക്ട്രോൺ, 11 ഇലക്ട്രോൺ ആണ് ഫിൽ ചെയ്യുന്നത്. 2s 2, 2p 6, 2, 2, 4. p മാക്സിമം കൊള്ളുന്നത് 6 ആണല്ലോ, നമുക്കറിയാലോ. 2, 2, 4, 10. ലാസ്റ്റ് ഇലക്ട്രോൺ 3s1. ഓക്കെ, 3s1. ഇനി ക്വാണ്ടം നമ്പേഴ്സ് നമുക്ക് എഴുതാം. n എഴുതാം. മെയിൻ ഷെല്ല് 3 ആണ്, n 3 ആണ്. ഓക്കെ, n 3. എസ് എന്ന് കണ്ടാൽ എൽ വാല്യൂ എഴുതാം. എസ് എന്ന് കണ്ടാൽ എൽ വാല്യൂ എത്രയാണ്? 0. ഓക്കെ, എൽ വാല്യൂ 0 എന്ന് കിട്ടിയാൽ എം കാണല്ലോ. -L2 + L, ഇത് 0 ആണ്. എസിന്റെ വാല്യൂ ഏത് എഴുതിയാലും കുഴപ്പമില്ല. പ്ലസ് ഹാഫ് എന്ന് എഴുതാം, അല്ലെങ്കിൽ മൈനസ് ഹാഫ് എന്ന് എഴുതാം. അപ്പൊ സോഡിയത്തിന്റെ ബാലൻസ് ഇലക്ട്രോണിന്റെ ക്വാണ്ടം നമ്പേഴ്സ് ആണ് എഴുതിയത്. ചോദ്യം ഒന്ന് മാറ്റുക. മഗ്നീഷ്യം ആറ്റത്തിന്റെ ബാലൻസ് ഇലക്ട്രോൺസ് കണ്ടുപിടിച്ച് ക്വാണ്ടം നമ്പേഴ്സ് എഴുതാം. ഗീവ് വാല്യൂസ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ഫോർ ദി ബാലൻസ് ഇലക്ട്രോൺസ് ഇൻ മഗ്നീഷ്യം ആറ്റം. മഗ്നീഷ്യത്തിൽ 12 ഇലക്ട്രോൺ ആണ്. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 3s2 എന്നാണ്. 3s1 അല്ല, 3s2. 12 ഇലക്ട്രോൺ. അപ്പൊ 2 ഇലക്ട്രോണിന് വേണ്ടിയിട്ടുള്ള ക്വാണ്ടം നമ്പേഴ്സ് എഴുതാം. 2 ഇലക്ട്രോണിനെ നമ്മൾ സെപ്പറേറ്റ് എഴുതാം. അപ്പൊ എങ്ങനെയാണ് ഉത്തരം കൊടുത്തിരിക്കുന്നത് നോക്കൂ. ഇലക്ട്രോൺ 1, ഇലക്ട്രോൺ 2. 3s2 ആണ്. അപ്പോൾ മെയിൻ ഷെൽ 3 ആണ്. ഇലക്ട്രോൺ 1 ആയാലും ഇവിടെ 3 എഴുതിയാൽ മതി, 3. എസ് ആയതുകൊണ്ട് ഉറപ്പിക്കാം എൽ വാല്യൂ 0 ആണ്, 0. എൽ വാല്യൂ കിട്ടിയാൽ എം വാല്യൂ എന്തായിരിക്കും? 0, 0. അപ്പോൾ എന്നും എല്ലും എമ്മും സെയിം ആണ്. ഒരു ഓർബിറ്റലിലെ 2 ഇലക്ട്രോണുകൾക്ക് എന്നും എല്ലും എമ്മും സെയിം ആണ്. എന്തിനാണ് വ്യത്യാസം വരുന്നത്? സ്പിൻ വാല്യൂ വ്യത്യാസം വരുന്നത്. ഒരുത്തൻ ക്ലോക്ക് വൈസ് സ്പിൻ ചെയ്താൽ മറ്റൊരുത്തൻ ആന്റി ക്ലോക്ക് വൈസ് സ്പിൻ ചെയ്യും. ഒരുത്തന്റെ സ്പിൻ വാല്യൂ പ്ലസ് ഹാഫ് ആണെങ്കിൽ മറ്റൊരു ഇലക്ട്രോണിന്റെ സ്പിൻ വാല്യൂ മൈനസ് ഹാഫ് ആണ്. അപ്പോൾ ഒരു ഓർബിറ്റലിൽ പരമാവധി 2 ഇലക്ട്രോൺ മാത്രമേ പറ്റൂ. ഒരു ഓർബിറ്റലിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം മാക്സിമം എത്രയാണ്? 2 ആണ്. ഇത് ഒരു പ്രിൻസിപ്പിളാണ്, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് നമ്മൾ പഠിക്കും. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു ഓർബിറ്റലിലെ 2 ഇലക്ട്രോണുകൾക്ക് 4 ക്വാണ്ടം നമ്പേഴ്സും ഒരിക്കലും സെയിം ആയിട്ട് വരില്ല. ഒരു ഓർബിറ്റലിലെ 2 ഇലക്ട്രോണുകൾക്ക് 4 ക്വാണ്ടം നമ്പേഴ്സ് ഒരിക്കലും സെയിം ആയിട്ട് വരില്ല. n സെയിം ആയിട്ട് വന്നു 2 പേർക്കും, l സെയിം ആയിട്ട് വന്നു 2 പേർക്കും, m സെയിം ആയിട്ട് വന്നു 2 പേർക്കും. പക്ഷേ സ്പിൻ ക്വാണ്ടം നമ്പർ സെയിം ആയിട്ട് വരില്ല. ഒന്ന് പ്ലസ് ഹാഫ് ആണെങ്കിൽ മറ്റൊന്ന് മൈനസ് ഹാഫ് ആയിരിക്കും. അപ്പോൾ അതൊരു പ്രിൻസിപ്പിളാണ്, നമ്മൾ പിന്നീട് പഠിക്കും.
From this, it is clear that two electrons in an orbital cannot have same value for all quantum numbers. ഒരു ഓർബിറ്റലിലെ 2 ഇലക്ട്രോണുകൾക്ക് ഒരിക്കലും 4 ക്വാണ്ടം നമ്പറും സെയിം ആയിട്ട് വരില്ല. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ഓർബിറ്റലിൽ പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണെന്നുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നത്. അത് പിന്നീട് പഠിക്കാം, ഇപ്പോൾ ഒന്ന് പറഞ്ഞു തന്നു മാത്രം. ഇനി എൻട്രൻസിനൊക്കെ വരുന്നൊരു ചോദ്യത്തിൻ്റെ ടൈപ്പ് പറയാം. ഇങ്ങനെ നമുക്ക് വരില്ല. ഗീവ് വാല്യൂ ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ഓഫ് ഇലക്ട്രോൺ ഇൻ 3pz. 3pz ഒരു ഇലക്ട്രോൺ ഉണ്ടെന്ന് കരുതുക. അതിൻ്റെ ക്വാണ്ടം നമ്പേഴ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കാൻ n3 ആണ്, കാരണം മൂന്നാമത്തെ മെൻഷനില്ല. n3 ആണ്. എൽ വാല്യൂ എത്രയാണ്? പി എന്ന് കണ്ടാൽ എൽ വാല്യൂ 1 ആണ്. പി എന്ന് കണ്ടാൽ എൽ വാല്യൂ 1 ആണ്. എം വാല്യൂ എഴുതുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എം വാല്യൂ ഏതൊക്കെ നമുക്ക് കിട്ടും? -1 കിട്ടും, 0 കിട്ടും, +1 കിട്ടും. അപ്പോൾ നമ്മൾ വിചാരിക്കുക ഏതെങ്കിലും ഒരു വാല്യൂ എഴുതിയാൽ പോലെ. പി ഓർബിറ്റൽ എന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ ഏത് വേണമെങ്കിലും എഴുതാമായിരുന്നു. പി ഓർബിറ്റൽ എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നെങ്കിൽ ഏത് വാല്യൂ എഴുതാം. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ എന്തുണ്ട്? PZ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. PZ എന്ന് കൊടുത്തിട്ടുണ്ട്. PZന്റെ എം വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. PZന്റെ എം വാല്യൂ എത്രയാണ്? 0 എന്ന് തന്നെ എഴുതണം. ഓക്കെ, ഇവിടെ PX ആണെങ്കിലോ, PX ആണെങ്കിൽ നമുക്ക് എം വാല്യൂ +1 എന്ന് എഴുതാം, അല്ലെങ്കിൽ -1 എന്ന് എഴുതാം. ഓക്കെ, അതുകൊണ്ട് ഇങ്ങനെ ഓർബിറ്റൽ സ്പെസിഫൈ ചെയ്ത് തന്നാൽ എഴുതുന്നത് ശ്രദ്ധിക്കണം. ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് വരാറില്ല, എങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കും. എസ് വാല്യൂ നമുക്ക് +1 എഴുതാം, അല്ലെങ്കിൽ -1 എഴുതാം. ഇതോടുകൂടി ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക് അവസാനിച്ചു. നോട്ട് നന്നായിട്ട് എഴുതിയെടുക്കണം. ബാക്കി അടുത്ത ക്ലാസ്സിൽ. ബൈ.